പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ രാജ്യം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന BJP സർക്കാർ ഈ രാജ്യത്തിൻ്റെ അന്തസത്തയായിട്ടുള്ള എല്ലാവരും ഒന്നാണെന്ന സങ്കല്പത്തെ തകർക്കുകയും ഭാരതത്തിൻ്റെ ഭരണഘടന തന്നെ ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നതാണ്. ഇവിടെ നമുക്ക് അന്നം നൽകുന്ന കർഷകരടക്കം തെരുവിൽ സമരം ചെയ്യുകയാണ്. രാജ്യം കണ്ടതിൽ ഏറ്റവും കൂടുതൽ വിശക്കുന്ന പട്ടിണിക്കാരുള്ള രാജ്യമായി ഇന്ത്യ രാജ്യത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാർ, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരിൽ തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമായ കാലം ഈ BJP ഭരിക്കുന്ന ഈ കാലത്താണ്. ഈ സർക്കാർ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുകയും ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ പോലും അട്ടിമറിക്കുകയും ചെയ്യുകയാണ്. ജനപ്രതിനിധികളെ പോലും വിലക്കെടുത്തുകൊണ്ട് ഭരണകൂടങ്ങളെ തകർക്കുന്ന ഇന്നത്തെ BJP സർക്കാർ അത് താഴെ ഇറങ്ങിയാലാണ് നമ്മുടെ ഭാരതം രക്ഷപ്പെടുകയുള്ളൂ. എന്നാൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ആ നയ പരിപാടികൾക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് ആരാണ് എന്നതാണ്. നമ്മുടെ പാർലമെൻറ്റിൽ പൗരത്വ ഭേദഗതി ബില്ലടക്കം NIA നിയമമടക്കമുള്ളത്, അതിൻ്റെ അമെൻമെൻ്റ് അടക്കമുള്ളത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരായിട്ട് പാർലമെൻറ്റിൽ വോട്ട് ചെയ്തത് ഇടതുപക്ഷമാണ്. കർഷക സമരങ്ങളടക്കമുള്ള നിരവധി സമരങ്ങളിൽ, CAക്കെതിരെയുള്ള സമരങ്ങളിലൊക്കെ തന്നെ ഇടതുപക്ഷം പ്രത്യക്ഷമായിട്ട് തന്നെ സമരത്തിൻ്റെ മുന്നിൽ നിന്നിട്ടുണ്ട്. എന്നാൽ ഈ സമയങ്ങളിലൊക്കെ തന്നെ കൃത്യമായ നിലപാടെടുക്കാതെ പാർലമെൻറ്റിൽ പോലും നമ്മളെ തെരഞ്ഞെടുത്ത് അയച്ച ജനപ്രതിനിധികൾ നിശബ്ദമായി നിന്നു എന്ന അപകടകരമായ അവസ്ഥ പലപ്പോഴും കോൺഗ്രസ് ജനപ്രതിനിധികളിൽ നിന്ന് നമുക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി ശബ്ദിക്കുന്ന, ഇതുവരെ നമുക്ക് വേണ്ടി ശബ്ദിച്ച ആളുകളെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം. നമുക്കറിയാം, നമ്മുടെ ഭാരതം ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ സംഘപരിവാറിനോട് രാഷ്ട്രീയപരമായി ഒരു കോംപ്രമൈസും ഇല്ലാതെ പോരാടുന്നവരാണ് ഇടതുപക്ഷം. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷത്തിലേക്ക് വരുമ്പോൾ പലതരത്തിലുള്ള നുണപ്രചരണങ്ങളും വ്യാജ പ്രചരണങ്ങളും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്കെതിരെ വരും. എന്നാലും സത്യം മനസ്സിലാക്കിക്കൊണ്ട് നാളിതുവരെ നടന്ന പ്രവർത്തനങ്ങളിൽ ഇത്തരത്തിലുള്ള സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരായി രാഷ്ട്രീയപരമായും നിയമപരമായും അതോടൊപ്പം തന്നെ ആശയപരമായും പോരാടിയ ഇടതുപക്ഷം ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഉണ്ടാകണം. ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.